അവൻ അവന്റെ സങ്കടങ്ങൾ മുഴുവനും ആ മലമുകളിൽ പറഞ്ഞു തീർത്തു. അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ ജീവിക്കാൻ തുടങ്ങി. ഡാ അപ്പു, നിന്റെ കഥ ഇതുവരെ തീർന്നില്ലേ? കഴിഞ്ഞ 2 വീഡിയോ ഫുള്ളും നിന്റെ കഥയായിരുന്നില്ലേ? ഇനിയെങ്കിലും ആ പാവ എഡിറ്റർ കൊച്ച് അവളുടെ കഥയൊന്ന് പറഞ്ഞോട്ടേടാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേട്ടാ, ഇങ്ങേരൊരു കഥ പറച്ചില്. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്റെ കഥക്ക് എന്താണ് ഒരു കുഴപ്പം? ഓ, ഒരു കുഴപ്പവുമില്ല. നിങ്ങളുടെ കഥകൾ കഴുത പിള്ളേരെല്ലാം എഴുന്നേറ്റ് പോയി. എന്നിട്ടും നിങ്ങൾ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ. അതിന് നിനക്കെന്താടി? എന്റെ കഥ കേട്ടിട്ട് എഴുന്നേറ്റ് പോണവരങ്ങ് പോട്ടെ. ഓ, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. എന്റെ കഥയിൽ കഥാപാത്രങ്ങൾ എടുത്ത് തന്നോട് കഥയിലാക്കാൻ ആര് പറഞ്ഞടോ? ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടു? ഞാൻ നിർത്തി. ഞാൻ എന്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. നിന്നോട് തുടങ്ങണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഓ, ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. ഞാൻ പോകാ. നീ താഴേക്ക് വാ, അവിടെ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഓ, മനുഷ്യർ റെസ്റ്റ് എടുക്കാൻ പോലും സമ്മതിക്കില്ല. ഇത്രയും നേരം പൊന്നുമോൻ എന്തെടുക്കായിരുന്നു അവിടെ? ഇത്രയും നേരം ഞാൻ വിശ്രമിക്കുകയായിരുന്നില്ലേ? ഇനി ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ദേ, ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ അവന്റെ ഒരു കോമഡി. നാളെ നമ്മുടെ പെങ്ങളുടെ കല്യാണം നടക്കാൻ പോണെന്ന് അറിയൂ മോനി? അറിയാലോ അജുമോനെ. എന്നിട്ടാണ് അവന്റെ ഒരു പൊള്ളകളി. ഇങ്ങോട്ട് വാടാ, ഓഡിറ്റോറിയത്തിന്റെ കര സെറ്റ് ചെയ്യാൻ പോകേണ്ടതാണ്. ഞാൻ ദാ വന്നു. ഇവിടെ 2020 മൂവി കണ്ടിരിക്കുകയാണല്ലോ. അതെന്താ, എനിക്ക് മൂവി കാണാൻ പാടില്ലേ? ഓ, ചോദിച്ചത് ഞാൻ തിരിച്ചെടുത്തു. ജോ എവിടെ? അവൻ ജോയിലിന്റെ റൂമിലോട്ട് കേറിയിട്ടുണ്ട്. ഓ, ഇറങ്ങാൻ സമയമെടുക്കുമെന്നർത്ഥം. നീ പള്ളിയിൽ പോയില്ലേ? ഇന്ന് ജോയിലിന്റെ ഓർമ്മ ദിവസമല്ലേ? പോയി. പൂക്കൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. നീ വാ, നമുക്ക് ജോലിയുടെ അടുത്തേക്ക് പോകാം. ദൂരം ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നെ വാവച്ചാന്ന് വിളിക്കരുത്. ഓ, പിന്നെ നിന്നെ വാവച്ചാന്നല്ലാണ്ട് പിന്നെ എന്താണ് വിളിക്കേണ്ടത്? നിൻ കയ്യിൽ ചേരുമ്പോൾ കാലങ്ങൾ പിൻവാങ്ങിയോ, കനലായി മാറുന്നു മൗനം. ഇനിയില്ല ഈ മണ്ണിലൊന്നും, നെഞ്ചോരം നീ മാത്രം ഉയിരേ. വിദൂരേ നീലാത്താരമായി മിഴിച്ചിമ്മി നിന്നിടുമോ, വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ. വരും നേരമെന്നോടു ചേരണമെൻ ജീവനേ നീ, അതില്ലാതെ വയ്യൻ നെഞ്ചോരം നീ മാത്രം ഉയിരേ.
കാണാതെ നീ യാത്രയാ കൈക്കുമ്പിൽ തൂകുന്ന മണ്ണാലെ മൂടുന്നു നിൻ തൂമുഖം നിറവോടെ നീ തന്നുവെല്ലാം അതുമാത്രമാണെന്റെ സ്വന്തം നെഞ്ചോരം നീ മാത്രം ഉയിരേ ഇനിയും. ജോ, നീ വന്നോ? നീ അവന്റെ അടുത്തേക്ക് പോയില്ലേ? പോയി. അവന്റെ വൈരികൾ മൊത്തം എനിക്ക് കേട്ടു. നിന്നെ ഒറ്റക്കാക്കി പോന്നെന്നും പറഞ്ഞ്. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. പിന്നെ ഞാൻ നാളെ ഹെവനിലേക്ക് പോകുമ്പോൾ ഞാനും കൂടെ വരാം. നിന്നെ കൊണ്ട് ഞാൻ പോകുള്ളൂ. നീ വന്നില്ലെങ്കിൽ വലിച്ചെരച്ച് ഞാൻ കൊണ്ടുപോകും. അതെന്തായാലും നന്നായി. കുറച്ചു ദിവസത്തേക്ക് ഇവന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടുമല്ലോ. ഡാ, മാമി എഴുന്നേറ്റിങ്ങാട്. ഇത് വേഗം റെഡിയാകാൻ നോക്ക്. ഇപ്പൊ തന്നെ നേരം വൈകി. കല്യാണമാണെന്ന് വിചാരം പോലുള്ള പെണ്ണിന്. എന്റെ അമ്മേ, അതിന് എന്റെ കല്യാണം ഒന്നുമല്ലല്ലോ, സിത്താര ചേച്ചിയുടെ അല്ലേ. അതിനിപ്പ എന്താ? നീ വേഗം എഴുന്നേറ്റ് വരാൻ നോക്ക്. ഞാൻ അങ്ങ് പോവാ. ഓ, തൊട്ടപ്പുറത്തെ വീട്ടിലോട്ട് പോകാനാ ഇത്രയധികം ധൃതി വെക്കുന്നത്. കഷ്ടം. ഉറക്കം പോയല്ലോ. ഇനി എന്തായാലും എഴുന്നേറ്റ് കുളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാം. അല്ലെങ്കിൽ പോരാളി വടിയും കൊണ്ട് ഇങ്ങോട്ട് വരും. മാമി, എന്താ ഏട്ടാ? നീ വരുന്നില്ലേ? ദാ വരുന്നു. എന്നാ വേഗം വാ, ഞാൻ ഇറങ്ങുകയാ. അയ്യോ ഏട്ടാ, പോവല്ലേ, ഞാനുണ്ട്. ഉദയത്തിൻ മുഖമോ ഉയിരിന്റെ സുഖമോ അലിയുന്ന ശിലയോ അവൾ ആവണിക്കുളിരോ തിരതല്ലും കടലോ തിരിയിട്ട വിളക്കോ തിലകത്തിൻ മുഴുപ്പോ നിറം തിങ്കളിൻ വെളുപ്പോ മറന്നിട്ട മനസ്സിൽ മയങ്ങുന്നതാരോ അവൾ പഞ്ചവർണ്ണപ്പടവിൽ കുഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിഞ്ഞ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ പുഞ്ചിരിക്കും പൂ പോലെ മുത്തുപോലെ മുളം തത്ത പോലെ മിന്നൽ പോലെ തിന്നൽ പോലെ മഞ്ഞു പോലെ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ. ഏട്ടാ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? പൂരത്തിന് ആന എഴുന്നള്ളിച്ച പോലെയുണ്ട്. എന്ത് കോലടിയത്? നിങ്ങൾക്ക് അസൂയ ഇങ്ങനൊന്നും ഒരുങ്ങാൻ പറ്റാത്തതുകൊണ്ട്. ഞാൻ സത്യം തന്നെയാടി പറഞ്ഞത്. ഓ, വിശ്വസിച്ചു.
വല്യച്ഛന്റെ വീട്ടിലേക്ക്. നീ അങ്ങോട്ട് തന്നെയല്ലേ? അതെ, പക്ഷെ എന്തിനാ മുന്നിൽ കൂടെ പോകുന്നേ? ഈ മതിൽ ചാടിയാ പോരെ? എന്റെ മോളെ, എല്ലാ ദിവസവും നീ മതിൽ ചാടിയല്ലേ നീ അങ്ങോട്ട് പോകുന്നത്? ഇന്നൊരു ദിവസം മാറ്റി പിടിക്കടി. കല്യാണ വീടാണ്, ആൾക്കാരുണ്ട് അവിടെ. അതിനിപ്പോ എന്താ? ഞാൻ ചാടാൻ പോവാ, എനിക്ക് വയ്യ വളഞ്ഞു വരാൻ. ഡി മോളെ, ഈ സാരിയെ കൊടുത്ത് ചാടാൻ പോവേണോ? നാണമില്ലേ നിനക്ക്? നോ. ഡി മോളെ, ഇന്നത്തെ ദിവസമെങ്കിലും ഒന്ന് മാറ്റി പിടിക്കടി. സോറി ബ്രോ, നമുക്ക് അവിടെ വെച്ച് കാണാം. ഇവളെന്തിന്റെ കുഞ്ഞാണോ എന്തോ. എന്റെ ഈശ്വര, എന്റെ മൂഡ് പോയല്ലോ. ഈ മതിൽ ഒരു ദിവസം കൊണ്ട് പൊക്കം വെച്ചോ? അച്ഛാ, അമ്മേ, വലിച്ച, അപ്പുവേട്ടാ ഇവിടെ ഉണ്ടായിരുന്നോ? അവര് മാത്രല്ല, ഞാൻ എവിടെ എത്തി. എന്റെ പൊന്നു മോളെ, നേരെ ചൊവ്വെ വന്നാ മതിയായിരുന്നില്ല എന്റെ കൂടെ. ഇപ്പൊ വീണ് മൂട് പോയപ്പോ സമാധാനായല്ലോ. അതെ, ഈ സാരി ചുറ്റി വലിഞ്ഞു കയറിയത് കൊണ്ടാ. പിന്നെ നല്ല നിലം കണ്ടപ്പോ ടെസ്റ്റ് ചെയ്യാമെന്ന് തോന്നി. ആണോ? ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. മനുഷ്യന്റെ മൂഡ് പോയി കിട്ടി. നല്ല വേദന, ഒന്ന് വന്ന് പിടിക്കേട്ടാ. എഴുന്നേക്ക്. അമ്മേ, എനിക്കൊന്നും പറ്റിയില്ല. അതിന് നിന്നോട് ഞാൻ ചോദിച്ചോ? ഇല്ല. ഇതൊക്കെ ഏത് നേരത്താണാവോ ഉണ്ടായത്? വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. അതപ്പോ ഓർക്കണമായിരുന്നു. ഇപ്പൊ ഓർത്തിട്ട് കാര്യമില്ല എന്റെ അമ്മക്കുട്ടി, അല്ലേ അച്ഛേ? എന്നാലേ ഞാൻ ചേച്ചിയുടെ അടുത്തോട്ട് പോട്ടെ. ഇനി അവളെയും കൂടി ശല്യപ്പെടുത്തി ഓടിപ്പിക്കാനായിരിക്കും. അതെ, എന്താ വരുന്നോ? ഞങ്ങളില്ലേ? മോളെ, ഈ മതിൽച്ചാട്ടം സ്ഥിരം ജോലിയാണോ? ഇതെവിടുന്നാ? ഓ, കല്യാണത്തിന് വന്ന ഓൾഡ് പീപ്പിൾസ് ആണല്ലോ. കലയെ പുച്ഛിക്കരുത്. നോട്ട് ദാറ്റ് പോയിന്റ്, ഓക്കെ? ആ കുട്ടി എന്താ പറഞ്ഞിട്ട് പോയത്? ആർക്കറിയാം.